ഹലോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ഓൾ ഗായ്സ്. അപ്പോൾ ഇന്നൊരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ് കേട്ടോ. നമ്മളിന്ന് ക്രിസ്മസ് ലുക്കിലാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഫസ്റ്റ് തന്നെ എൻ്റെ കയ്യിൽ ഫെയർ ആൻഡ് ലവ്ലി ആണ് കേട്ടോ. അപ്പോൾ നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. എനിക്ക് ക്രിസ്മസ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഓർമ്മ വരുന്നത് നമ്മുടെ ക്രിസ്മസ് സെലിബ്രേഷൻ്റെ കാര്യമാണ് കേട്ടോ. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് സെലിബ്രേഷൻ്റെ അന്ന് ചിലപ്പോഴാണ് കളർ ഡ്രസ്സ് സമ്മതിക്കുള്ളൂ. അപ്പം നമ്മളെല്ലാവരും കൂടെ കൂടിയിട്ട് നാളെ കളറായിരിക്കണേന്നിരുന്ന് പ്രാർത്ഥിക്കുന്ന ചരിത്രമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കളർ ഡ്രസ്സ് അല്ല എന്ന് കേൾക്കുമ്പോൾ നല്ല വിഷമം വരും. കളർ ഡ്രസ്സ് ആണെന്ന് കേട്ടാലോ നല്ല സന്തോഷമായിരിക്കും കേട്ടോ. കാരണം അത്രയും ദിവസം നമ്മൾ യൂണിഫോമിലായിരിക്കും. ഓണം ക്രിസ്മസ് ഒക്കെ വരുമ്പോൾ മാത്രമാണ് എന്ത് കളർ ഡ്രസ്സ് ഉള്ളൂ. അതുകൊണ്ടായിരുന്നു കേട്ടോ അങ്ങനെ. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് കണ്ണെഴുതാൻ വേണ്ടി പോവാം. അപ്പം ഞാൻ എടുത്തേക്കുന്നത് ലാക്മേൻ്റെ ഐലൈനറാണ് കേട്ടോ. അപ്പം നമ്മൾ കണ്ണങ്ങനെ എഴുതാറില്ല, നിങ്ങൾക്കറിയാലോ. ഇങ്ങനെയുള്ള ഒക്കേഷൻസിൽ മാത്രമാണ് നമ്മൾ കണ്ണെഴുതാറുള്ളൂ. അപ്പം നമുക്ക് കണ്ണെഴുതാം കേട്ടോ. ഞാൻ ഈ താഴത്തെ ലെയർ മാത്രമാണ് കേട്ടോ എഴുതുന്നത്, മുകളിലത്തെ ലെയറിലേക്ക് ഞാൻ എഴുതുന്നില്ല കേട്ടോ ഗായ്സ്. അപ്പം ശരിക്കും ഈ സെലിബ്രേഷൻ്റെ സമയത്താണ് നമുക്ക് കറക്റ്റ് കണ്ണൊക്കെ എഴുതി പൊട്ടൊക്കെ തൊട്ട് സ്കൂളിൽ പോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നല്ല സ്കൂൾ കുട്ടിയായിട്ട് നീറ്റ് ആൻഡ് ടൈഡി ആയിട്ടായിരിക്കും പോകുന്നത്. സെലിബ്രേഷന് പിന്നെ അറിയാലോ, നമുക്കിഷ്ടമുള്ള ഡ്രസ്സിട്ട് അടിപൊളിയായി പോവാം. അന്നത്തെ ദിവസം അങ്ങനത്തെ റെസ്ട്രിക്ഷൻസ് ഒന്നും ഉണ്ടാവില്ല. അങ്ങനെ നമ്മൾ കണ്ണല്ല ഇപ്പോൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് വേഗം നമ്മുടെ സ്കൂൾ ടൈമൊക്കെ ഓർമ്മ വന്നു കേട്ടോ. നെയിൽ പോളിഷൊക്കെ നമ്മൾ ഓൾറെഡി സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. ഇനി നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പാണ് കേട്ടോ. എന്താണെന്നല്ലേ, ലിപ്സ്റ്റിക്കാണ് ഗായ്സ്. അപ്പോൾ നമുക്ക് ലിപ്സ്റ്റിക്കും കൂടി അപ്ലൈ ചെയ്യാം. നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ലിപ്സ്റ്റിക് ഒന്നും യൂസ് ചെയ്യില്ലായിരുന്നു കേട്ടോ. ഞാനൊക്കെ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്ത സമയം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ +1 +2 ഒക്കെ ലാസ്റ്റ്. അത് പിന്നെ ലിപ് ബാമാണ് കേട്ടോ, നമ്മുടെ ഈ ലിപ്സ്റ്റിക് അല്ല. ഇപ്പോഴാണ് നമ്മുടെ ലിപ്സ്റ്റിക്കൊക്കെ യൂസ് ചെയ്യാൻ തുടങ്ങിയത്. പക്ഷേ ഇപ്പോൾ ഉള്ള സ്കൂൾ പിള്ളേരുടെ എല്ലാവരുടെയും കയ്യിൽ ലിപ്സ്റ്റിക് ഉണ്ടാവും. അത്രയും ഒരു ഇത് വന്നിട്ടുണ്ട്, മാറ്റങ്ങൾ ഒരുപാട് വന്നിട്ടുണ്ട്. അന്നത്തെ ഒരു കാലത്ത് ലിപ്സ്റ്റിക് അവൈലബിൾ ആയിരുന്നു, പക്ഷേ ആരും അങ്ങനെ യൂസ് ചെയ്യില്ലായിരുന്നു കേട്ടോ. ഇനി നമുക്ക് ഡ്രസ്സ് കണ്ടാലോ. അപ്പോഴാണ് ഞാൻ ഹെയറിൻ്റെ കാര്യം ഓർത്തത്. ഹെയറിൻ്റെ കാര്യം ഓർത്തപ്പോഴാണ് ഡ്രസ്സിൻ്റെ കാര്യം ഓർത്തത്. അപ്പം നമ്മുടെ ഈ ഡ്രസ്സാണ് ഞാൻ ഇടാൻ വേണ്ടി പോകുന്നത്. എന്നെക്കാട്ടും വലിയതാണ് കേട്ടോ. എന്നെപ്പോലെ 2-3 പേർക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറാം. അത്രയും നീളവും അത്രയും ലെങ്ത്തും വിഡ്ത്തും എല്ലാം നമ്മുടെ ഡ്രസ്സിനുണ്ട്. അപ്പം ഞാൻ നമ്മുടെ ഡ്രസ്സ് ഇടാൻ വേണ്ടിയിട്ട് എനിക്ക് ബാക്കിൽ സിബൊക്കെ ഇട്ടാറാൻ വേണ്ടിയിട്ട് അപ്പം അങ്ങനെയാണ് കേട്ടോ വിളിച്ചിട്ടുള്ളത്. അപ്പം നമ്മുടെ പൈങ്കിളിയാണ് എനിക്ക് നമ്മുടെ സിബെല്ലാം ഇട്ട് കറക്റ്റ് ആക്കിയിട്ടുള്ളത് ഗായ്സ്. അപ്പോൾ ഈ ഡ്രസ്സിനൊരു കുഴപ്പമുണ്ട്, ഇതിങ്ങനെ ഷേപ്പായിരിക്കില്ല കേട്ടോ. അതിതിൻ്റെ ഒരു സ്റ്റൈലാണ്. അപ്പോൾ എൻ്റെ ഈ ഡ്രസ്സ് ശരിക്കും പറഞ്ഞാൽ ക്രിസ്മസിൻ്റെ ഡ്രസ്സല്ല കേട്ടോ. +2 എൻ്റെ സെൻഡ് ഓഫിൻ്റെ ഡ്രസ്സാണ് ഞാനിപ്പോൾ ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഈ ഡ്രസ്സ് ഇടുന്നത് കേട്ടോ. അപ്പം കണ്ടാൽ ശരിക്കും നമ്മുടെ ക്രിസ്മസ് ഡ്രസ്സ് പോലെ ഉണ്ടെങ്കിലും ഇത് ശരിക്കും നമ്മുടെ സെൻഡ് ഓഫിൻ്റെ ഡ്രസ്സാണ് കേട്ടോ. എങ്ങനെ ഈ കളർ കോമ്പിനേഷൻ അന്ന് വന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നേ ഇല്ല. അങ്ങനെ നമ്മൾ മുടിയല്ല ഇപ്പോൾ കറക്റ്റാക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഗായ്സ്. അപ്പോൾ സെൻഡ് ഓഫിന് വാങ്ങിയ ഡ്രസ്സാണെന്ന് എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല കേട്ടോ. എന്താണെന്നല്ലേ, ഈ കളറിൻ്റെ കാര്യം മാത്രമാണ് കേട്ടോ നമ്മുടെ ക്രിസ്മസിന് കറക്റ്റ് ആവും. അതുപോലെ ന്യൂ ഇയറിനും കറക്റ്റ് മാച്ച് ചെയ്യുന്ന കളറാണ് നമ്മുടെ ഈ ഡ്രസ്സിൻ്റെ. എന്തൊക്കെയായാലും നമ്മൾ എന്ത് വാങ്ങിയാലും അത് വേറൊരു കാര്യത്തിനും കൂടെ യൂസ്ഫുൾ ആവുമെന്ന് ഇപ്പോൾ എനിക്ക് മനസ്സിലായി. നമ്മൾ സെൻഡ് ഓഫിന് വേണ്ടിയിട്ട് വാങ്ങിയതാണെങ്കിൽ അന്ന് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ വീണ്ടും നമ്മൾ ക്രിസ്മസിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഡ്രസ്സ് എടുത്തിട്ടുള്ളത്. ഇനി ഞാൻ തലയിൽ നമ്മുടെ ഹെയർ ബോ ആണ് വെക്കാൻ വേണ്ടി പോകുന്നത്. ആക്ച്വലി ഇത് എൻ്റെ ഹെയർ ബോ അല്ല കേട്ടോ, നമ്മുടെ കുഞ്ഞാറ്റിൻ്റെ ഹെയർ ബോ ആണ്. എൻ്റെയും പൈങ്കിളിൻ്റെ ഹെയർ ബോൻ്റെ കളർ ഇതല്ല, ഗ്രേയും ബ്ലൂ ആണ് കേട്ടോ. നമുക്കതൊരു വേറെ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം. അങ്ങനെ നമ്മൾ ഹെയർ ബോ എടുത്ത് കഴിഞ്ഞിട്ട് ഇനി നമ്മുടെ വാച്ചാണ് ഇടാൻ വേണ്ടി പോകുന്നത്. വാച്ചിൻ്റെ ഏത് സൈഡാണ് കെട്ടേണ്ടതെന്ന് പെട്ടെന്നൊരു കൺഫ്യൂഷൻ വന്നു. പിന്നെ അറ്റ് ലാസ്റ്റ് അത് നമ്മൾ റെഡി ആക്കിയിട്ടോ. നമ്മൾ ഇന്ന് ഇടാൻ വേണ്ടി പോകുന്നത് നമ്മുടെ സ്മാർട്ട് വാച്ച് ആണ് കേട്ടോ ഗായ്സ്. അപ്പോൾ നമ്മുടെ ഈ ഡ്രസ്സിൻ്റെ കൂടെ സ്മാർട്ട് വാച്ച് ആയിരിക്കും ഒന്നും കൂടെ ബെറ്റർ എന്ന് എനിക്ക് തോന്നി. കാരണം ഇതിൻ്റെ കളർ ഒരു ഓറഞ്ച് പോലെയല്ലേ. അപ്പോൾ എല്ലാവരും ഒരു റെഡ്മായി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ഇന്ന് ഈ സ്മാർട്ട് വാച്ച് ഇടാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇതിൻ്റെ കളർ ഒരു റെഡ് ആയിരുന്നെങ്കിൽ ഞാൻ ഒരു നിമിഷം ചിന്തിച്ചു കേട്ടോ. നമ്മുടെ ലുക്ക് ഇവിടെ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ഹെയർ ബോൻ്റെ സീക്രട്ട് എന്താണെന്ന് നോക്കാമല്ലേ ഗായ്സ്. അപ്പം നമ്മുടെ ഹെയർ ബോ കാണുന്ന പോലെയല്ല, ശരിക്കും പറഞ്ഞാൽ ഇതിൽ ഫുൾ LED ലൈറ്റ്സ് ആണ് കേട്ടോ. അപ്പോൾ ഈ കാണുന്നത് നമ്മുടെ ഹെയർ ബോയിൻ്റെ സ്വിച്ചാണ്. ഇവിടെ നമ്മൾ ഞെക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹെയർ ബോ ഫുള്ളി ലൈറ്റ് ആവും. പല 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 കളറിൽ ഇങ്ങനെ കത്താൻ തുടങ്ങും. അത് അടിപൊളിയാണ് കാണാൻ. അതിൻ്റെ ബാറ്ററി എല്ലാം പോയി എന്നാണ് തോന്നുന്നത്. അന്ന് വാങ്ങിയിട്ട് പിന്നെ ഇന്നാണ് കേട്ടോ നമ്മൾ എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ കുഞ്ഞാറ്റി പറയുന്നുണ്ടായിരുന്നു അതിൻ്റെ ബാറ്ററി മാറ്റണമെന്ന്. ബാറ്ററി എല്ലാം മാറ്റിയിട്ട് ഒരു ദിവസം നമുക്ക് ലൈറ്റൊക്കെ ഇട്ട് സൂപ്പർ ആക്കാം കേട്ടോ. ഇപ്പോൾ എന്തായാലും ഞാൻ നമ്മുടെ ഹെയർ ബോ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കാണാനേ നമ്മുടെ ഹെയർ ബോ സൂപ്പറാണ്. അതുപോലെ തന്നെ ലൈറ്റ്സ് വന്നാലും സൂപ്പറാണ് കേട്ടോ. അപ്പം
നമുക്കൊരു മാലയും കൂടി ഇട്ട് നോക്കിയാലോ എന്നുള്ള ആലോചന എൻ്റെ മനസ്സിലിപ്പോൾ വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഓടിപ്പോയിട്ട് മാലയെല്ലാം ചൂസ് ചെയ്യാം കേട്ടോ. പക്ഷെ നമ്മുടെ ഈ ഡ്രസ്സിന് മാല വേണോ വേണ്ടയോ എന്നുള്ളൊരു കൺഫ്യൂഷനും എനിക്കുണ്ട്. അങ്ങനെ ഞാൻ പോയിട്ട് നമ്മുടെ കുഞ്ഞാറ്റീൻ്റെ 3 നെക്ലേസ് എടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ 3 ചെയിൻസിൽ ഏതെങ്കിലും ഒന്ന് നമ്മൾ ചൂസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനകത്ത് ഓൾറെഡി 2 നമ്മൾ ഒരു പ്രാവശ്യം സാരി അതുപോലെ നമ്മുടെ ദിവാലീൻ്റെ ഒരു സമയത്തും ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഏത് വേണമെന്നുള്ള കൺഫ്യൂഷനിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ എല്ലാം കൂടെ കൂടിയിട്ട് നോക്കി കെട്ടൊക്കെ കൂടി അറ്റ് ലാസ്റ്റ് നമ്മൾ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഈ ഡ്രസ്സിന് അത് മാച്ച് ചെയ്യല്ല. ഈ ഒരു ലുക്കിന് ശരിക്കും പറഞ്ഞാൽ മാലയും വളയും ഒന്നും ചേരില്ല കേട്ടോ. വാച്ചും അതുപോലെ ഹെയർ ഒക്കെയാണ് കൂടുതൽ മാച്ച് ആയിട്ടുള്ളത്. അപ്പോൾ ഇത് മാച്ച് ആവോ നോക്കി പിന്നെ ഞാൻ വേണ്ടാന്ന് വിചാരിച്ചു കേട്ടോ. ഒട്ടും ഡ്രസ്സ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ഇന്ന് ഈ ഒരു ലുക്കിലാണ് ഇരിക്കാൻ വേണ്ടി പോകുന്നത്. ഗായ്സ് ഇപ്പോൾ ലാസ്റ്റാണ് കേട്ടോ ഞാൻ ഒരുങ്ങിയത്. നമ്മുടെ കുഞ്ഞാറ്റയും പൈങ്കിളിയും മമ്മയും അമ്മച്ചിയും എല്ലാവരും ഓൾറെഡി ഒരുങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ നമ്മുടെ ഗെറ്റ് റെഡി വിത്ത് മീ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഭയങ്കര ലേറ്റായിട്ടാണ് ഇന്ന് ഒരുങ്ങിയത്. അപ്പോൾ നമ്മുടെ ഗെറ്റ് റെഡി വിത്ത് മീ ഇൻ ക്രിസ്മസ് ലുക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ലുക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പം ഓൾമോസ്റ്റ് എല്ലാം ഒരു ക്രിസ്മസ് മയം ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ക്രിസ്മസ് എങ്ങനെയൊക്കെ എൻജോയ് ചെയ്തു എന്ന് കമൻറ്റ് സെക്ഷനിൽ വന്ന് പറയാൻ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ഒന്നും കൂടി മെറി ക്രിസ്മസ് ആൻഡ് അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ ഗായ്സ്. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ, ലവ് യു.